പരമസുധാ നിൻ വചനമെൻ പരിചിൽ നിറയും നിൻമുഖശോഭ. പരമസുധാ നിൻ വചനമെൻ പരിചിൽ നിറയും നിൻമുഖശോഭ. ചാവിനായി നീ നൊന്തുവ ക്രൂശി. പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. കാത്തിരിപ്പിന്റെ അനുഗ്രഹീത ദിനങ്ങളിലൂടെ സഭ കടന്നു പോവുകയാണ്. നമ്മെ തന്നെ ശുദ്ധീകരിച്ച്, നമ്മെ തന്നെ ശക്തീകരിച്ച്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഒന്ന് പുതുതാക്കി തീർക്കാൻ പരിശുദ്ധ സഭ പ്രാർത്ഥനാപൂർവം ഒരുങ്ങുന്ന അനുഗ്രഹീതമായ ദിനങ്ങൾ. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ഒരു വിശ്വാസി എന്ത് ചെയ്യണമെന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. നാം എന്ത് ചെയ്താലാണ് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറയുവാൻ സാധിക്കുക? വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാകരമായ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വചനം, അപ്പോസ്തല പ്രവൃത്തികൾ 8-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വചനം, 10-ാമത്തെ അധ്യായത്തിന്റെ 46-ാമത്തെ വചനം, വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാകരമായ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിന്റെ 9 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ, ഇവയെല്ലാം നമ്മളോട് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ചോദിച്ച് വാങ്ങണമെന്നാണ്. പിതാവാം ദൈവത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ചോദിച്ച് വാങ്ങണം. അതിന് ഒരുക്കമുള്ളവരായി നമ്മൾ തീരണം. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം ചോദിച്ചു വാങ്ങണം. അതിന് നിതാന്തമായ പ്രാർത്ഥന, ഒരുക്കം, വചനധ്യാനം, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളിൽ നിറയാനുള്ള അത്യധികമായ താല്പര്യം, ഇതെല്ലാം നമ്മളിൽ ഉണ്ടാകണം. രണ്ടാമത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആവശ്യപ്പ് നമ്മിൽ ഉണ്ടാകുവാൻ, പരിശുദ്ധാത്മാവിൽ നമുക്ക് ശക്തി പ്രാപിക്കുവാനായിട്ട് നാം പ്രാർത്ഥനയിൽ എല്ലായ്പ്പോഴും വ്യാപൃതരായിരിക്കണമെന്നാണ് വിശുദ്ധ വേദപുസ്തകം സാക്ഷിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വചനം, 11ഉം 17ഉം വചനങ്ങൾ, അപ്പോസ്തല പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിന്റെ 14-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വചനം, ഇവിടെയെല്ലാം ഈ കാര്യം അടിവരയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗ്രത പുലർത്തുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാമത്തെ അധ്യായം പരിശോധിക്കുമ്പോൾ 23, 30, 31 വാക്യങ്ങൾ നാം പ്രത്യേകമായി അടിവരയിട്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: കൂട്ടായ പ്രാർത്ഥനയിലൂടെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഒരു വ്യക്തിക്ക് നിറയാൻ സാധിക്കുക. പ്രാർത്ഥന കൂട്ടായ്മകൾ നമ്മെ പരിശുദ്ധാത്മാവിൽ നിറയുവാനായിട്ട് ഏറെ സഹായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നതാണ്: നിങ്ങൾ കൂട്ടായ്മ, ഫെലോഷിപ്പ് ആചരിക്കുന്നവരായിരിക്കുക, പ്രാർത്ഥനയിൽ നിറഞ്ഞ് ശക്തി സംഭരിക്കുന്നവരായി തീരുക. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാമത്തെ അധ്യായം പരിശോധിക്കുമ്പോൾ 12ഉം 18ഉം വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിറയുവാനായിട്ടൊരു വിശ്വാസി ഏറ്റെടുക്കേണ്ട ചില കാര്യമുണ്ട്. അത് വളരെ പ്രധാനമായിട്ടും കൈവെപ്പിലൂടെയും പ്രാർത്ഥനയിലൂടെയുമാണ്. അപ്പോസ്തലന്മാർ കൈവെപ്പിലൂടെയാണ് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൈമാറി വന്നത്. തലമുറകളായി ഇന്നും കൈവെപ്പിലൂടെയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകപ്പെടുന്നത്. ആ കൈവെപ്പ് നൽകപ്പെടുന്നത് പ്രാർത്ഥനയുടെ നിറവിലും അഭിഷേകത്തിലുമാണ്. അങ്ങനെ നൽകപ്പെടുന്ന കൈവെപ്പിലൂടെ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്ന് വചനം തിരുവായി മൊഴിഞ്ഞിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാമത്തെ അധ്യായത്തിന്റെ 40 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഒരുക്കപ്പെട്ടവരായി ജീവിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അനുദിനം ശക്തി പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വചനവും 10-ാമത്തെ അധ്യായത്തിന്റെ 33-ാമത്തെ വചനവും പരിശോധിക്കുമ്പോൾ അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിക്കാൻ നിങ്ങൾ ശരിയായ മനോഭാവം പുലർത്തുന്നവരായിരിക്കണമെന്നാണ്. നമ്മോടും മറ്റുള്ളവരോടും ശരിയായ മനോഭാവം പുലർത്തുക. സ്നേഹത്തോടെ, കാരുണ്യത്തോടെ, ദൈവികമായ വാത്സല്യത്തോടെ മറ്റുള്ളവരോട് ഇടപെടാനായിട്ട് നമുക്ക് സാധിക്കുക. നല്ല മനോഭാവങ്ങൾ വളർത്താൻ സാധിക്കുക. മറ്റുള്ളവരുടെ ഉയർച്ച ആഗ്രഹിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമൃദ്ധിയും അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നത് പോലെ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരായി തീരുക. അങ്ങനെ ശരിയായ ഒരു മനോഭാവം പുലർത്തുന്നവരിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവസിക്കുകയും കൂടുതൽ അവരെ നന്മയ്ക്കായി ശക്തീകരിക്കുകയും ചെയ്യും. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാമത്തെ അധ്യായത്തിന്റെ 32-ാമത്തെ വചനം, അനുസരണം ജീവിതത്തിലുണ്ടാവുക. അനുസരണത്തിന്റെ ആത്മാവിൽ അഭിഷേകം ചെയ്യപ്പെട്ടവരായി തീരുവാൻ, പരിശുദ്ധാത്മാവിൽ ശക്തിയുള്ളവരായി തീരുവാൻ നമുക്ക് സാധിക്കും. ദൈവത്തിന്റെ കൽപ്പനകളുടെ വഴി നടക്കുക, അതിനെ അനുസരിക്കുന്നവരും പ്രമാണിക്കുന്നവരുമായിരിക്കുക, ദൈവത്തോടുകൂടെ യാത്ര ചെയ്യുന്നവരായിരിക്കുക. ജീവിതത്തെ പരിപാവനതയോടെ, നിർമ്മലതയോടെ, വചനാധിഷ്ഠിതമായ കൃപാവരങ്ങളാൽ കേടുകൂടാതെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നവരായി തീരുക. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറയുവാനും അഭിഷേകം ചെയ്യപ്പെടുവാനും ഇടയായി തീരുമെന്ന് വചനം നമ്മോട് സാക്ഷിക്കുന്നു. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഈ കാത്തിരിപ്പിന്റെ അനുഗ്രഹീതമായ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ നമുക്കും വചനത്തോട് ചേർന്ന് നിന്ന് വളരാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവിക ദാനങ്ങൾ നിറഞ്ഞ ഒരു അനുഗ്രഹീത ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.